രമേശ് പിഷാരടി ഇത്രയും സീരിയസ് ആണോ ആള് എന്ന് തോന്നിപ്പോകുന്നു? ഈ 10-15 ദിവസം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്? ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ട് 15 ദിവസം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ സീരിയസ് ആയെന്ന് അങ്ങനെ എന്റെ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഒന്നുമില്ല. ചോദിച്ചു മേടിച്ചതാ സാറേ. അതേപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും മാറി മാറി വരുന്ന വിഷയങ്ങളാണ്. അവിടെയും പ്രതികരണം അത്രയും സൂക്ഷ്മതയോടുകൂടി നടത്തുന്നത് എങ്ങനെയാണ്? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല? അത് അത്ര സൂക്ഷ്മതയുടെ വിഷയമല്ല ഇത്. നമ്മള് വിഷയത്തെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. BJP പ്രവർത്തകർ നിങ്ങളെ തടഞ്ഞ ഒരു വിഷയം വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് കരുതിയിരിക്കൂ BJP എന്നാണ് പറയുന്നത്. വലിയ പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പുകളാണ്. എന്റെ കരിയർ പരിശോധിച്ചാൽ ഞാൻ അവിടെ എവിടെയെങ്കിലും ഒരു പ്രശ്നക്കാരനാണ് ഇയാൾ ഇന്ന സമയത്ത് എത്തിയില്ല, ഇയാള് ഇന്ന പരിപാടിക്ക് വന്നില്ല, അല്ലെ ഇന്ന പരിപാടി കുഴപ്പമാക്കി എന്ന് പറയുന്ന ഒരു പ്രശ്നം കേൾപ്പിച്ചിട്ടുള്ള ഒരാളല്ല. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. പ്രതിപക്ഷ നേതാവ് കരുതിയിരിക്കൂ BJP എന്നാണ് പറയുന്നത്. വലിയ പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെയാണ് താങ്കൾ പറഞ്ഞത് ആ രീതിയിലുള്ള പ്രതിഷേധം വേണ്ട, വിടുവിച്ചാലേ ശരിയാവും. ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിരുന്നല്ലോ. അപ്പോൾ അത് ഇത്രയും സീസണിന്റെ അതിന് ബുദ്ധിപരമായ നീക്കം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊരു ഭയങ്കര ബുദ്ധി പ്രയോഗിച്ചു എന്നുള്ളതൊന്നും അതിനകത്തില്ല. നിനക്കത് വേണടേ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇപ്പോ BJP പറയുന്നത് ഇപ്പൊ ആദ്യം ഇവിടെ ഡീലാണ് തുടങ്ങിയത്. ഇപ്പൊ ആ ഡീൽ ആരൊക്കെ തമ്മിലാണെന്ന് മനസ്സിലാകും. കാരണം പിഷാരടിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് LDF കാൻഡിഡേറ്റ്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. LDF കാൻഡിഡേറ്റ് മാത്രമല്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞല്ലോ, ഇതിന് പിന്തുണ അർപ്പിക്കുന്നതിന് ഡീലോ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമോ ഒന്നും പാടില്ല. മാമ ശവത്തി കുത്താതെ മാമ. പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ളൊരു നേതാവ് ഇതില് അല്ലെങ്കിൽ അവര് ആ നേതൃതലത്തിൽ ഇതിലൊരു പ്രതിഷേധം ആഹ്വാനം ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവ് നേതൃത്വത്തിൽ അങ്ങനെ പ്രതിഷേധം ആഹ്വാനം ചെയ്യുകയൊന്നും അല്ല ചെയ്തത്. അങ്ങനെ ഇതുണ്ടാകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പൊളിറ്റിക്കൽ ആയിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള പരിചയമുള്ളവരെ നിർത്തിയില്ല എന്നതായിരുന്നു ഈ മണ്ഡലത്തിൽ ഏറ്റവും ആദ്യം ഉയർന്നത്. സുന്ദരേശന് ഭയങ്കര ഹ്യൂമർ സെൻസ് ആണല്ലോ. അത് നല്ല അടികൊള്ളാത്തതിന്റെ അല്ല, നമ്മൾ അങ്ങനെ ഒരാൾ പൊളിറ്റിക്കൽ അല്ല, ഒരാൾക്ക് പൊളിറ്റിക്സ് അറിയില്ല എന്നുള്ള വാദമേ തെറ്റാണ്. നിങ്ങൾ അങ്ങനെയാണ് ജനങ്ങളെ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വിടുന്ന ആൾ ജനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? പൊളിറ്റിക്സ് അറിയാത്ത ജനങ്ങളാണോ വോട്ട് ചെയ്യാൻ വരുന്നത്? ഞാനത് ചോദിക്കരുതായിരുന്നു. എനിക്ക് പൊളിറ്റിക്സ് അറിയില്ല, ഞാൻ ഒട്ടും പൊളിറ്റിക്കൽ അല്ല എന്നൊക്കെ പറയുന്നതിന് ഇവരെനിക്ക് ഒരു എക്സാം ഇടുകയോ ഇതിനെന്തെങ്കിലും പരീക്ഷണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടല്ലല്ലോ അങ്ങനെ ആരും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഞാനത് ചോദിക്കരുതായിരുന്നു. എല്ലാത്തിലും സൂക്ഷ്മതയോടുകൂടിയാണ് മറുപടി. ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങളിലെല്ലാം ആ സൂക്ഷ്മതയുണ്ട്. പക്ഷെ ആ പിഷാരടി സൂക്ഷ്മതയല്ല, അങ്ങനെയാണ് ഞാനൊരു ബോധപൂർവ്വ സൂക്ഷ്മത ഉണ്ടാക്കുന്നതല്ല. അത്ര അങ്ങനെ അതാണ് അതിന്റെ മറുപടി എന്നുള്ളത് കൊണ്ടാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.